ഹലോ ഗായ്സ്, നമ്മളിന്ന് ചെല്ലാനത്താണ് വന്നേക്കുന്നത്. ഫിഷിങ്ങിന് വന്നേക്കുവാണ്. ചെല്ലാന ഹാർബറിലാണ്. ഇതുണ്ട് ഹാർബർ. കണ്ട ഹാർബറിൽ വള്ളങ്ങളൊക്കെ അടുത്തിട്ടിരിക്കുന്നതാണ്. നല്ല തിരക്കൊക്കെ ഉണ്ട് ഹാർബറിൽ. അപ്പോൾ ഇന്ന് ഹാർബറിലാണ് വന്നേക്കുന്നത്. രാവിലെ 10 മണിയായി. നമ്മുടെ കണ്ണനും ഫ്രണ്ട്സൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇച്ചിരി ലേറ്റായി. ഞാൻ ഇച്ചിരി ചെമ്മീൻ വാങ്ങിക്കാൻ പോയതാണ്. വീട്ടിൽ ചെമ്മീനില്ലായിരുന്നു, നമ്മൾ വാങ്ങിച്ചിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ചൂണ്ട എടുത്തിട്ടുണ്ട്, ചെറിയ സ്റ്റിക്കാണ്. അത്യാവശ്യം ക്രൗഡൊക്കെ കുറവാണ്. ചേട്ടനൊരു സാധനം അടിച്ചിട്ടുണ്ട്, തെരണ്ടി അടിച്ചിട്ടുണ്ട്. കാണിച്ചിരായ എങ്ങനെയുണ്ട്? വന്നപ്പോൾ തന്നെ തെരണ്ടി. വാല് 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 തെരണ്ടി. ഞാൻ പറഞ്ഞു പറ്റക്കിട്ടാ മതി, ദൂരെ കയറിയുടെ കാര്യമില്ല. പിടിക്കാൻ പറ്റില്ല കേട്ടാ. ഇതുണ്ടോ തെരണ്ടി. അതെ, നമ്മള് ചെമ്മീൻ കോർത്തിട്ടിരിക്കുന്നതാണ്. നമുക്ക് ഫസ്റ്റ് വന്നപ്പോ തന്നെ തെരണ്ടി കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നും കിട്ടിയില്ല. കതിരാനും പറ്റ ഇതൊരു വലിയ കൂലി. എണ്ണയിൽ നിന്ന് മേടിച്ചാണേലും ക്രെഡിറ്റ് നമുക്ക്. പുള്ളി ഒരു വലിയ കൂലി. പുള്ളിക്ക് കൂലിയുടെ വേണ്ട. നമ്മൾ ഇത്രയും പേരുണ്ട് ഇടാൻ വന്നേക്കുന്നത്. നേരത്തെ കിട്ടിയ തെരണ്ടീനെ നമ്മൾ റിലീസ് ചെയ്ത് കേട്ടോ. ചെറിയ തെരണ്ടി അത് കാരണം. വേറെ ഒന്നും സാധനം വറ്റേ. പതിയെ പൊക്കിടും. വീടല്ലേ പൊക്ക്. 2 വറ്റ. സിനിമയിൽ എന്നെ കൂടി കാണി കേട്ടാ. 2 വറ്റ അടിച്ചിട്ടുണ്ട്. 2 വറ്റ. വാ, കിച്ചെടുത്തിട്ട് വാ. അവിടെയും പച്ചക്കളി. നൈസ് വറ്റ. നമുക്ക് കുറച്ച് വറ്റ കയറിയിട്ടുണ്ട്. 4 വറ്റ കിട്ടി ഇപ്പം. അതെ, ഇത് കണ്ട കുറേ പരുന്തുകളും കാക്കകളൊക്കെ നമ്മുടെ ഈ പറ്റ കിടന്നാണ് കളിക്കുന്നത്. അപ്പോൾ വള്ളക്കാരും പറ്റയിലുണ്ട്. എനിക്ക് തോന്നുന്നു പറ്റയിലാണെന്ന് മീൻ അടിച്ചേക്കണെന്ന് തോന്നുന്നു. ഹാർബറിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ എന്താ വെള്ളം മൊത്തം കിടപ്പുണ്ട്. എല്ലാ വെള്ളവും നോക്കാം. അടുത്ത മീൻ എന്ത് കിട്ടും നോക്കാം. നമുക്കൊരു വറ്റ അടിച്ചിട്ടുണ്ട്. ഈ സൈസ് സാധനം ഒരു വലിയ വറ്റ കാണിച്ചേ. ഇതുണ്ട്, ഒരു വലിയ വറ്റയാണ് അടിച്ചേക്കുന്നത്. ഓക്കെ, എല്ലാവരും വള്ളമൊക്കെ ഒതുക്കി അവരുടെ വള്ളം വലയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടന്മാർ. അപ്പം നമുക്കിന്ന് വറ്റയാണ് കൂടുതൽ അടിക്കുന്നത്. ഉണ്ടോ, നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോയപ്പോൾ ഇതിലൊരു വള്ളത്തിലാണ് നമ്മൾ കടലിൽ പോയത്. നമ്മളൊരു ചേട്ടൻ കൊണ്ടുപോയതാണ് നമ്മൾ കടലിൽ. അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പം കടലിൽ വരുവാണെങ്കിൽ അപ്പോൾ ഡ്രസ്സെല്ലാം ഇട്ട് ഫുള്ള് കവറാക്കിയിട്ട് വേണം വരാനായിട്ട്. അതെ, ബാക്കി മീൻ പിടിക്കാം. ബാക്കി പരിപാടിയിലേക്ക് പോവാം.
വറ്റ കയറുന്നുണ്ട് കഴിച്ച വറ്റ പടപടപടാന്ന് പറഞ്ഞ് വറ്റ അടിക്കുന്നുണ്ട്. ചെറുതാണ്, ചെറിയ സൈസാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, കൊണ്ടോ ദേ അടുത്തൊരെണ്ണം അടിച്ചിട്ടുണ്ട്. മൊത്തം വറ്റയാണ് കേട്ട കയറുന്നത്. ഇപ്പം എത്ര എണ്ണം ആയെന്ന് കാണിച്ചു തരാം. വലിച്ച് കല്ലിൻ്റെ ഇടയിൽ കയറ്റി. എന്താ നോക്കട്ടെ, ഉടക്കാണെന്നറിയാൻ പോലും. തിരിച്ചു വലിച്ചായിരുന്നാ? കിട്ടി. അതായത് നമ്മുടെ ചൂണ്ട വേറൊരു ചൂണ്ട അവിടെ കിടന്നാണ്, വേറൊന്നുമല്ല, മീനല്ല. വേറൊരു ചൂണ്ട പൊട്ടിക്കിടക്കണ ഇന്ന് ഗ്രൈഡോടെ ഉണ്ടായിരുന്നു, അതിലുടക്കില്ല. നമുക്ക് ബാക്കി പരിപാടിക്കാട്ട് പോകാം. ഒരു മീൻ അടിച്ചിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ. ചെറുതാണ്, ചെറുത്. കുട്ടമ്മീൻ. മൊത്തം വലിക്കണില്ല. തീറ്റ പെട്ടെന്ന് തീർന്നു. അതെന്നാ കാണിച്ച് അതിനാടാ ഇതെന്നാ വെള്ള ഏരിയ. ഒരു ശബ്ദം, ഒരു ഒച്ചയൊക്കെ ഉണ്ടാക്കണം. സൈസ് സാധനം, ഒരു ഒച്ച ഉണ്ടാക്കണം. വെള്ളേരി. നമുക്ക് ഇത് കൊണ്ടിട്ടിട്ട് എന്തൊക്കെ കിട്ടിയെന്ന് കാണിച്ചാൽ വേലൂരി ഉണ്ടല്ലോ, ഇത്തിരി മതി. നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടിയേക്കുന്നത്. പൂരിയുണ്ട്, വറ്റയുണ്ട്, ഇത്രയും സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ വേറെണ്ണം അടിച്ചിട്ടുണ്ട്. ഒരു വറ്റല്ലടാ, അത് വേറെന്തോ മീനാ. ഹെലികോപ്റ്ററോ കാണിച്ചേ? എന്റെ ചൂണ്ടയെ വലിച്ചു കയറ്റിയിട്ടുണ്ട്. ഇത് വേറൊരു വെറൈറ്റി സാധനം. ഇതിന്റെ ഹെലികോപ്റ്റർ പോലെ ഇതിനൊരു പശ അണ്ണ. ഇതെന്താണ് പശ? ഒരു വെറൈറ്റി സാധനം. ഇതിന്റെ പേരെനിക്കറിയില്ല. എന്നാണാ ഇരിക്കുക? ഇതെന്താ ഐറ്റം? ഹെലികോപ്റ്റർ മീൻ. ചെമ്മീൻ കൊണ്ടുപോണ്ട. അവന് ചെമ്മീൻ വേണം. ഞാൻ വെറൈറ്റി സാധനം. നമ്മുടെ ഇപ്പുറത്ത് നിന്ന് ചേട്ടനെ കിട്ടിയതാണ്. ഏരി അങ്ങനെ കുറെ വറ്റ അടിച്ച് കയറ്റിയിട്ടുണ്ടാണ്. എന്താ ഇത്ര മീനാണെന്ന് കിട്ടുന്നത്. സീയാണ് ഞാനിതൊക്കെ പിടിച്ചു. അണ്ണൻ്റെ പേരെന്നാണ്? എവിടെ നിന്നാണ് വരുന്നത്? അരൂരിന്നല്ലേ?
അണ്ണൻ രാവിലെ വന്നിരിക്കണം ഗൈസ്. നമ്മൾ നിർത്താറായപ്പോൾ അണ്ണൻ ഇവിടെ ഒറ്റക്കായി. ഓക്കെ അണ്ണാ, കാണാം ഗൈസ്. നമ്മൾ ഇടൽ നിർത്തി തിരിച്ചു പോവുകയാണ്. നമുക്ക് കിട്ടാൻ മീൻ വറ്റയാണ് മാത്രം അടിച്ചത്, വലിയ മീനുകളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് കാണുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്. വൈകുന്നേരങ്ങളിലൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. എൻജോയ്മെൻറ്റിൽ നിന്ന് വെയിലൊന്നും ഇല്ലാണ്ട് ഒന്ന് പിടിക്കാം. രാവിലെയൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം ഹാർബറിൽ നിന്ന് മീനും മേടിച്ചിട്ട് പോവാം. ഓക്കെ.